മഴത്തോരു മുൻപിലെ പുത്തൻ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സിസ്റ്റർ പറയാണ്, നിങ്ങൾ അന്വേഷിച്ചിട്ട് വന്ന കുട്ടി ഇതാണോ? ഞാൻ പറയാണ്, അല്ല, ഞാൻ അന്വേഷിച്ച് വന്ന കുട്ടിക്ക് ഒരു 18-19 വയസ്സിനുള്ള അടുപ്പിച്ച് കാണും. സിസ്റ്റർ പറയാണ്, അങ്ങനെയാണെങ്കിൽ പാലാരിവട്ടത്തുള്ള എറണാകുളത്തുള്ള രേവതിക്കുട്ടിയായിരിക്കും, അവിടെ ഞാൻ പോയായിരുന്നു എന്ന് അയാൾ പറയാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ നിൽക്കുന്ന കുട്ടിക്ക് 36 വയസ്സുണ്ട് എന്നാണ് പറഞ്ഞത്. 36 വയസ്സോ? അവിടെ നിൽക്കുന്ന രേവതിക്ക് 18-19 വയസ്സേ ഉള്ളല്ലോ എന്ന് സിസ്റ്റർ പറയുന്നുണ്ട്. ആ വീട്ടുകാർ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ, അവരങ്ങനെയാ പറഞ്ഞതെന്ന് രമേശൻ നായർ പറയാണ്. ഈ അലീന എങ്ങാണോ ആണോ നിങ്ങൾ അന്വേഷിച്ച് വന്നേക്കുന്നത്? അപ്പം അയാൾ ചോദിക്കണേ, അലീനയ്ക്ക് എത്ര പ്രായമുണ്ട്? അതൊരു 22-23 വയസ്സ് കാണും. ഞാൻ അന്വേഷിക്കുന്ന കുട്ടിക്ക് ഒരു 18 വയസ്സിന് അടുപ്പിച്ചേ കാണത്തുള്ളൂ എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച കുട്ടി രേവതിക്കുട്ടി തന്നെ ആയിരിക്കും. എന്തായാലും ഇവിടെ ഇരിക്കുക, ഞാൻ എറണാകുളത്തേക്കൊന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ് സിസ്റ്റർ എണീച്ച് പോവാണ്. സിസ്റ്റർ എണീച്ച് പോകുമ്പോൾ രമേശൻ നായർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സിസ്റ്റർ അവിടെ ചെന്ന് നിന്നിട്ട് എറണാകുളത്തേക്ക് വിളിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി തന്നെയാണ് ഫോൺ എടുക്കുന്നത്. മോളെ, ഇത് കൊല്ലത്ത് നിന്നാണ് ചിന്നമോളെ നിൽക്കുന്ന ഓർഫനേജിൽ നിന്ന് വിളിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. രേവതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. സിസ്റ്ററെ, ചിന്നമോൾക്ക് സുഖമാണോ? ചിന്നമോൾ എങ്ങനെ ഇരിക്കുന്നത് ഒക്കെ രേവതി ചോദിക്കണം. ചിന്നമോൾ എൻ്റെ അടുത്ത് തന്നെയുണ്ട്, ഞാൻ കൊടുക്കാം എന്ന് പറയാണ്. ഒന്ന് കൊടുക്ക് സിസ്റ്ററെ എന്ന് പറഞ്ഞ് അങ്ങനെ ചിന്നമോളുമായിട്ട് രേവതി സംസാരിക്കുന്നുണ്ട്. എടി കുറുമ്പി, നിനക്ക് സുഖമാണോ? നീ സന്തോഷമായിട്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചിന്നമോള് പറയുന്നത്, സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക ചേച്ചി, ചേച്ചിക്ക് അവിടെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചിന്നമോളാണെങ്കിൽ രേവതിക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. സന്തോഷമായിട്ട് രേവതിയാണെങ്കിൽ ചിന്നമോളായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം സിസ്റ്ററാണെങ്കിൽ ചിന്നമോളുടെ കയ്യിൽ നിന്ന് ഫോണങ്ങ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ചിന്നമോളാണെങ്കിൽ പിണങ്ങി നിൽക്കുകയാണ്. സിസ്റ്ററെ, ഞാൻ രേവതി ചേച്ചിയായിട്ട് സംസാരിച്ച് തീർന്നില്ല, മൂക്ക് തരാം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സിസ്റ്ററാണെങ്കിൽ ചിന്നമോളുടെ കയ്യിൽ നിന്ന് ഫോണങ്ങ് വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് സിസ്റ്ററാണെങ്കിൽ രേവതി എടുത്ത് പറയാണ്, മോളെ, ഞാനിപ്പം വിളിച്ചത് ഒരു കാര്യം പറയാനാണ്. ഇവിടെ ഇപ്പോൾ ഒരു അപ്പച്ചൻ വന്നായിരുന്നു, സ്നേഹതീരത്തിലെ അന്തേവാസിയെ കാണാനാണ്. ഇവിടെ വന്നപ്പം അവിടെ നിന്ന് വന്ന കുട്ടിയെ ചിന്നമോളെ ഞങ്ങളെ കാണിച്ചു കൊടുത്തായിരുന്നു. പക്ഷേ ആ അപ്പച്ചൻ തിരക്കി വന്നത് ഒരു 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു എറണാകുളത്തുള്ള മോളുടെ കാര്യം. അപ്പം അപ്പച്ചൻ അവിടെയും വന്നായിരുന്നു. പക്ഷേ അവിടെ ഉള്ളവർ പറഞ്ഞത് ആ വീട്ടിൽ നിൽക്കുന്ന 36 വയസ്സുള്ളൊരു കുട്ടിയാണെന്നാണ്. മോളിപ്പോഴും അവിടെ തന്നെ അല്ലയോ എന്ന് അന്വേഷിക്കാനും എന്താ അവരങ്ങനെ പറഞ്ഞതെന്നും ചോദിക്കാനാണ് ഞാൻ വിളിച്ചതെന്ന് പറയാണ്. രേവതി ചോദിക്കുകയാണ്, എന്തിനാ അപ്പച്ചൻ വന്നത്? അത് അവരുടെ ഒരു കുട്ടിയെ ആ ഓർഫനേജിൽ ഉണ്ടായിരുന്നു, ആ കുട്ടിയെ തിരക്കിയാണ് ഇപ്പം ആ അപ്പച്ചൻ വന്നതെന്ന് രേവതിക്കുട്ടിയുടെ അടുത്ത് പറയാണ്. ആ കുട്ടിയെ തിരിച്ചു വേണമെന്ന്, തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണ് ആ അപ്പച്ചൻ വന്നതെന്ന് രേവതിക്കുട്ടിയോട് സിസ്റ്റർ പറയുകയാണ്. ഇവിടെ വന്നായിരുന്നോ മോളെ എന്ന് ചോദിക്കുകയാണ്. അത് എനിക്കറിയത്തില്ല, ഞാൻ ചോദിക്കാം സിസ്റ്ററെ എന്ന് രേവതിയും പറയുന്നുണ്ട്. ശരി സിസ്റ്റർ എന്നും പറഞ്ഞുകൊണ്ട് രേവതി അങ്ങ് ഫോൺ വെക്കുന്നുണ്ട്. എന്നിട്ട് രേവതി ആലോചിക്കണം. അപ്പോൾ രേവതിക്ക് ഇങ്ങനെ അവർ കോളേജിൽ നിന്ന് വന്നപ്പം മാമച്ചാനും ഗ്രേസിയമ്മയും കൂടെ ചോദിച്ച കാര്യമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അപ്പം രേവതി വിചാരിക്കുകയാണ്, ഇതുകൊണ്ടാണ് എന്നോട് അങ്ങനെ ചോദിച്ചത്. ഒരുപക്ഷെ എന്നെ തിരക്കി ആരെങ്കിലും വന്നതാണെങ്കിൽ ഞാൻ അവരുടെ കൂടെ പോവൂ എന്നറിയാൻ വേണ്ടിയാണ് മാമച്ചൻ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചതെന്ന് രേവതിക്ക് മനസ്സിലാവുന്നുണ്ട്. സിസ്റ്റർ വന്നിട്ട് ആ അപ്പച്ചനോട് പറയുകയാണ്, അപ്പച്ചൻ ഞാനിപ്പം എറണാകുളത്തേക്ക് വിളിച്ചായിരുന്നു, ആ കുട്ടി അവിടെ തന്നെ ഉണ്ട്. അപ്പച്ചൻ പറഞ്ഞ പ്രായത്തിൽ 18 വയസ്സുള്ള ഒരു കുട്ടിയാണ് അവിടെ നിൽക്കുന്നത്, രേവതിക്കുട്ടി. ഇപ്പം ഞാൻ അവളോട് സംസാരിച്ചേ ഉള്ളൂ, അവൾ ഇപ്പോഴും ആ വീട്ടിൽ തന്നെയാണ്. നിങ്ങൾക്ക് വീടെങ്ങാനും മാറിപ്പോയതായിരിക്കും എന്ന് പറയാണ്. അല്ല, എനിക്ക് വീട് മാറിപ്പോയൊന്നുമില്ല, കാരണം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പം പറഞ്ഞായിരുന്നു സ്നേഹതീരത്തെ ഒരു കുട്ടിയാണ് ഇവിടെ ജോലിക്ക് നിൽക്കുന്നതെന്ന്. അപ്പം വീട് അത് തന്നെ, അപ്പം അവർ പറഞ്ഞതായിരിക്കും കള്ളത്തരമെന്ന് രമേശൻ നായർ പറയാണ്. അപ്പോൾ സിസ്റ്റർ ഒന്നും മിണ്ടുന്നില്ല. ഈ സമയത്താണെങ്കിൽ രേവതിക്കുട്ടി ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് പാമച്ചനാണ് ഗ്രേസിയമ്മ എടുത്തോട്ടും ചെല്ലിയാണ്. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യസന്ധമായ കാര്യം മാത്രമേ പറയാവൂ. അപ്പം ഗ്രേസിയമ്മ പറയണം, നീ ചോദിക്കുക എന്താ? ഇന്ന് ഞാൻ കോളേജിൽ പോയ സമയത്ത് ഇവിടെ ആരെങ്കിലും വന്നായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാനില്ലാത്ത സമയത്ത് എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മാമച്ചൻ പറയാണ്, ആരും വന്നില്ല, ചുമ്മാ കള്ളം പറയല്ലേ. ഗ്രേസിയമ്മ പറയാണ്, അന്വേഷിച്ച് വന്നില്ല മോളെ, എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയാണ്, എന്നെ ഇപ്പം കൊല്ലത്തുനിന്ന് ചിന്നമോളുടെ ഓർഫണേജിൽ നിന്ന് വിളിച്ചായിരുന്നു. അപ്പം ഒരു കുട്ടിയെ തിരക്കിയാണ് അവർ ഇറങ്ങിയത്. 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തിരക്കിയാണ് ആ അപ്പച്ചൻ ചെന്നൈന്ന്. അവിടെ ചെന്നപ്പോൾ ചിന്നമോളെ കണ്ടപ്പം അതല്ലെന്ന് മനസ്സിലായി. അപ്പോഴാണ് സിസ്റ്റർ ഇവിടുത്തെ എൻ്റെ കാര്യം പറഞ്ഞത്. അപ്പം ആ അപ്പച്ചൻ പറഞ്ഞത് ഇവിടെ തിരക്കി വന്നായിരുന്നു, ഇവിടെ നിൽക്കുന്ന പെൺകുട്ടിക്ക് 36 വയസ്സുണ്ടെന്ന ഇവിടെ നിൽക്കുന്നവർ പറഞ്ഞെന്ന കാര്യം ആ അപ്പച്ചൻ സിസ്റ്ററിനോട് പറഞ്ഞത്. സിസ്റ്റർ ഇപ്പോൾ എന്നെ ഫോൺ വിളിച്ചപ്പോൾ ആ കാര്യം പറഞ്ഞു എന്ന് രേവതിക്കുട്ടി മാമച്ചനോടും ഗ്രേസിയമ്മടുത്തും പറയുകയാണ്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ്. അപ്പം ഗ്രേസിയമ്മ പറയാണ്, അയാൾ ഇന്ന് വന്നായിരുന്നു, അയാൾ സ്നേഹതീരത്തിലെ കുട്ടി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ച്. രേവതി പറയാണ്, അന്നേരം എന്തിനാ ആൻറ്റി പറഞ്ഞത് 36 വയസ്സുള്ള ഒരു കുട്ടിയെ ഇവിടെ നിൽക്കുന്നതെന്ന്?
ഗ്രേസ്യമ്മ പറയാണ്, അത് ഞാൻ അന്നേരം എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത്, നീ ഇവിടെ ഉണ്ടെന്നും നിൻ്റെ കാര്യം പറയാനും എനിക്ക് തോന്നിയില്ല എന്ന് ഗ്രേസ്യമ്മ പറയാണ്. അപ്പോൾ രേവതി പറയാണ്, അത് ഞാനാണെങ്കിൽ ആ ആളുടെ കൂടെ എങ്ങാനും പോവോ, ഇനി അയാൾ ആ വന്ന ആൾ എൻ്റെ ബന്ധു എങ്ങാനും ആണോ എന്ന് ആൻറ്റിക്ക് പേടി, അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത് എന്ന് രേവതി ചോദിക്കുകയാണ്. ഗ്രേസ്യമ്മ തലയാട്ടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കോളേജിൽ പോയിട്ട് വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആ ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി. ഇങ്ങനെ ഒരാൾ വന്ന കാര്യം എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ ആര് വന്നാലും നിങ്ങളെ വിട്ടു പോകത്തില്ല, പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഗ്രേസ്യമ്മ പറയാണ്, എനിക്ക് പേടിയാ മോളെ, നീ ഞങ്ങളെ വിട്ടു പോകുമെന്ന്, നീ ഞങ്ങളെ വിട്ടു പോവാൻ സഹിക്കാൻ പറ്റത്തില്ല എന്ന് ഗ്രേസ്യമ്മയും പറയുന്നുണ്ട്. അപ്പം മാമച്ചാനും പറയുന്നത്, അതുകൊണ്ട് ആണ് മോളെ മോളത്തത് പറയാതിരുന്നത്, വേറെ ഒരു ഉദ്ദേശവും ഇല്ല എന്ന് പറയാണ്. രേവതിക്കുട്ടി പറയാണ്, എനിക്ക് അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും മനസ്സ് വായിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ പറഞ്ഞതിൽ എനിക്കൊരു വിഷമവുമില്ല, ഞാൻ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഗ്രേസ്യമ്മ വന്ന് രേവതിയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ പള്ളിയിലാണെങ്കിൽ ശശിശങ്കർ ഇതിൻ്റെ ഫോണിൽ കുത്തുകയാണ്. അങ്ങോട്ടേക്ക് ഗംഗാധരനും രാജീവും അതുപോലെ ശിവനും കൂടെ വരികയാണ്. ഹരിശങ്കർ എണീച്ചിട്ട് പറയാണ്, ആ അലീനെ തട്ടിക്കൊണ്ട് പോയവരുടെ കയ്യിൽ നിന്ന് അവളെ തിരിച്ച് കിട്ടിയെന്ന് പറയുന്ന കേട്ടച്ചാ, ഞങ്ങളെങ്ങാണുമാണോ തട്ടിക്കൊണ്ട് പോയേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാജീവ് പറയാണ്, ഞങ്ങളെന്നാ തട്ടിക്കൊണ്ട് പോകുന്നത്, അവളെ വേറെ ആരെങ്കിലും ആളുമാർ തട്ടിക്കൊണ്ട് പോയതായിരിക്കും എന്ന് രാജീവ് പറയുകയാണ്. ഗംഗാധരൻ അങ്ങോട്ട് വന്ന് പറയാണ്, നമുക്ക് ഇനി ആരുമായിട്ടൊരു വിരോധം ഇല്ല. ഹരി പറയാണ്, ആ ബാലേന്ദ്രൻ അങ്കിളുമായിട്ടുള്ള വിരോധം എൻ്റെ അങ്ങനെ പെട്ടെന്ന് തീരത്തില്ല, എൻ്റെ അമ്മയെയും എന്നെയും അവിടുന്ന് അടിച്ചിറക്കിയതാണ്, ചൂല് കൊണ്ട് അടിച്ചിറക്കിയത്, അതുകൊണ്ട് തന്നെ ഞാൻ അങ്കിളിനോട് പ്രതികാരം വീട്ടും എന്ന് ഹരിശങ്കർ പറയാണ്. ഗംഗാധരൻ പറയാണ്, നീ എന്ത് പ്രതികാരം വീട്ടാനാ, നിൻ്റെ അങ്കിളല്ലേ, അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി. ഗംഗാധരൻ പറയാണ്, ഇനിയാണെങ്കിൽ അവിടുത്തെ അലീനയാണല്ലോ, അലീനയായിട്ട് നീ ഒരു ശത്രുതയും വെച്ച് പുലർത്തണ്ട, നീ അവളെ ഒരു തെറ്റായ കണ്ണിലൂടെ കാണുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാൻ പാടില്ല, നിൻ്റെ സഹോദരിയാണെന്ന് വിചാരിച്ച് അവളോട് പെരുമാറണം എന്ന് ഗംഗാധരൻ പറയാണ്. അപ്പോൾ ഹരി പറയാണ്, പിന്നെ അവളെൻ്റെ സഹോദരി, നിങ്ങളുടെ എല്ലാവരുടെയും വാശി അങ്ങ് പോയോ എന്ന് രാജീവിൻ്റെ അടുത്തും ശിവശങ്കറിൻ്റെ അടുത്തും ചോദിക്കുകയാണ്. രാജീവ് പറയാണ്, ഞങ്ങൾക്കിപ്പം അവളോട് ഒരു വിരോധവും ഇല്ല. ഹരി ഇങ്ങനെ ഞെട്ടുവാണ്, ഇപ്പം നിങ്ങളെല്ലാം ലീനയുടെ സൈഡായോ, അത് കൊള്ളാലോ. ഗംഗാധരൻ പറയാണ്, എന്തിനാ അവളോട് ദേഷ്യം, അവളെന്തെങ്കിലും തെറ്റ് ചെയ്തോ, അവളോടല്ലേ എല്ലാവരും തെറ്റ് ചെയ്യുന്നത്, അവളാരും ഉപദ്രവിക്കാൻ വരുന്നില്ലല്ലോ എന്ന് പറയാണ്. ഹരി പറയാണ്, ഞാൻ അവളോട് പൊറുക്കത്തില്ല, അവളെൻ്റെ മുഖത്തടിച്ചതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അവളോട് ക്ഷമിക്കാൻ തയ്യാറല്ല, അവളെ എനിക്ക് സഹോദരിയായിട്ട് കാണാനും പറ്റത്തില്ല എന്ന് പറയാണ്. എനിക്കൊരവസരം വന്ന് അവളോട് പ്രതികാരം വീട്ടുമെന്ന് തന്നെ ഹരി പറയുകയാണ്. അതിന് ആരുടെയും സഹായം വേണ്ടാന്നും പറഞ്ഞ് ഒരുങ്ങുമ്പോൾ ശിവശങ്കരൻ പിടിച്ചു നിർത്തിയാണ്. എങ്ങോട്ട് പോവുക, ഗംഗേട്ടൻ പറഞ്ഞാൽ നീ കേട്ടില്ലേ, ഇനി നിനക്ക് അലീനയായിട്ട് ഒരു വിരോധവും വേണ്ട, ഒരു വൈരാഗ്യവും വേണ്ട, അവളെ ഒരു സഹോദരിയായിട്ട് നീ കണ്ടാൽ മതി എന്ന് പറയാണ്. അച്ഛനും ചെറിയച്ഛനും വലിയച്ഛനും ഒക്കെ ഉള്ള ദേഷ്യം അവളോടുള്ള ദേഷ്യം മാറിക്കണം, പക്ഷേ എൻ്റെ ദേഷ്യം അങ്ങനൊന്നും മാറത്തില്ല, ഞാൻ അവളോട് പ്രതികാരം വീട്ടുക തന്നെ ചെയ്യും, ഇനി ആര് പറഞ്ഞാലും അതിലൊരു മാറ്റവും ഇല്ലെന്നും പറഞ്ഞ് ശിവശങ്കരൻ്റെ കൈയും മാറ്റി ഹരി അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ പോകുന്നത് ഗംഗാധരനും അതുപോലെ രാജീവും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.